ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ 2025 പുതിയ ഫോൺ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പുതിയ ഫോൺ എടുക്കുക. കാരണം നിങ്ങൾ എന്തൊക്കെ നോക്കണം, അതായത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫോൺ പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ലാണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പുതിയ ഫോൺ എടുക്കുക. അപ്പോൾ ഇതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഡിസ്പ്ലേ, അതേപോലെ തന്നെ ബാറ്ററി, അതേപോലെ തന്നെ സ്റ്റോറേജ്, അതൊക്കെ എത്ര എടുക്കണം, ഏതെടുക്കുന്നതാണ് നല്ലത്. നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ പ്രത്യേകിച്ച് 20,000 റേഞ്ചിൽ ആ ഒരു റേഞ്ചിൽ ഫോൺ എടുക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്പെക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ ചേർക്കുന്ന ചാനൽ ആദ്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ, അത് നോട്ടിഫിക്കേഷൻ അവിടെ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ലാപ്ടോപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു 15-20 ആ റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ കിട്ടും. അപ്പോൾ LCD കുറച്ചും കൂടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം AMOLED ആകുമ്പോൾ നല്ല സ്ക്രീനായിരിക്കും, നല്ല അടിപൊളി ക്ലാരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം AMOLEDും LCDയും തമ്മിലുള്ള ഡിഫറൻസ്. LCDയിലാകുമ്പോൾ നമ്മുടെ ബ്ലാക്ക് സംഭവങ്ങൾ കാണുമ്പോൾ ഒരു മാതിരി വൈറ്റ് പോലെ ആയിരിക്കും ഫീൽ ചെയ്യിക്കുന്നത്. AMOLED ആകുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീൽ കിട്ടും കാണുമ്പോൾ. കറക്റ്റ് ബ്ലാക്ക് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ AMOLEDിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ പോക്കോ M4 Pro ആണ്. അപ്പോൾ അത് AMOLED സ്ക്രീനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാവും. ഞാൻ LCD ഫോണും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും നല്ല രീതിയിൽ എനിക്ക് ഡിസ്പ്ലേ വ്യത്യാസമുണ്ട്. അപ്പോൾ AMOLED സ്ക്രീൻ കിട്ടുമെങ്കിലില്ല 20,000 രൂപയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും AMOLED സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള പെർഫോമൻസാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട സംഭവം. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് നോക്കണമെങ്കിൽ 20,000 താഴെയൊക്കെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 6 Gen അല്ലെങ്കിൽ 4 Gen 1 4 Gen 2 ഒക്കെ സംഭവങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 ഒക്കെ കിട്ടുക അത്യാവശ്യം. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ പറയാം. പെർഫോമൻസ് അത്യാവശ്യം നല്ലൊരു ഒരു 6 Gen ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് സ്നാപ്ഡ്രാഗൻ്റെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഗെയിമിങ് സംഭവങ്ങളൊക്കെ നമുക്ക് നടക്കും. പിന്നെ അതുപോലെ തന്നെ 5G പ്രോസസ്സറാണെങ്കിൽ ഒരു 6100 ഡൈമെൻസിറ്റി അതിന് മുകളിലുള്ളത് എടുക്കുക. 6100 അല്ലെങ്കിൽ 7020 അല്ലെങ്കിൽ 810 അങ്ങനെ 8100 അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റാമാണ്. ഞാനും 3GB 4GB ഒന്നും എടുക്കാൻ നിൽക്കരുത്. മിനിമം 6GB എങ്കിലും എടുക്കുക. അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുള്ളൂ. 6GB എങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നടക്കും. 8 20 25 ഒക്കെ ആ റേഞ്ച് 8 കിട്ടും. 8 കിട്ടണമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. 8GB എടുക്കുന്നതായിരിക്കും ഏറ്റവും അടിപൊളിയായിരിക്കുന്നത്. അപ്പോൾ 8GB കിട്ടുമെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ 6GB എങ്കിലും മിനിമം എടുക്കാൻ ശ്രമിക്കുക. അതാണ് റാമിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാറ്ററിയാണ് നോക്കേണ്ടത്. ബാറ്ററി അപ്പോൾ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും. ബാറ്ററി മിനിമം ഒരു 4000 mAh എടുക്കാൻ ശ്രമിക്കുക. 4000 5000 റേഞ്ചിലുള്ളതാണ്. ഐഫോണൊക്കെ ആണെങ്കിൽ 3000 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ബഡ്ജറ്റ് ഫോൺ, അതായത് 20-25 താഴേക്കുള്ള ഫോണാണെങ്കിൽ ഒരു 4500 5000 4000 മുകളിലുള്ള എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നോക്കിയെടുക്കുക. ഇപ്പോൾ ആർക്കും അധികം ഫോൺ ചാർജ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാനും 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാനൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് തന്നെയാണ് നല്ലത്. ഫാസ്റ്റ് ചാർജിങ് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നല്ല ഫ്രീ ആയിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചാർജ് നല്ല രീതിയിൽ നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചാർജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചാർജ് ഫുള്ളാക്കാനും ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നടക്കും. അപ്പോൾ ഈ 2 സംഭവങ്ങൾ എന്തായാലും നോക്കാം. പിന്നെ ഉള്ളത് ക്യാമറയാണ്. ക്യാമറ നിങ്ങളുടെ യൂസിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി വീഡിയോ ഷൂട്ട് ചെയ്യാനും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ യൂട്യൂബിന് വേണ്ടിയാണെങ്കിലും ഇൻസ്റ്റയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ റീൽസൊക്കെ എടുക്കുക. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മൊബൈലിൽ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞാൻ എടുത്ത സമയത്ത് ഏകദേശം ഒരു കൊല്ലം 2 കൊല്ലം ആയിരുന്നു തോന്നുന്നു ഞാൻ ഈ ഫോൺ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബഡ്ജറ്റ് ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ക്യാമറ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഇപ്പോഴും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. എനിക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഇതിൽ എനിക്കൊരു കുറവായിട്ട് തോന്നിയത് 4K റെക്കോർഡിംഗ് ഇല്ല, 1080p റെക്കോർഡിംഗ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ സംഭവങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ 4K റെക്കോർഡിംഗ് ഒക്കെ ഉള്ള ഫോൺ നോക്കി എടുക്കാൻ ശ്രമിക്കുക. അതും ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. 20,000 25 താഴെ നല്ല രീതിയിൽ അടിപൊളി 4K റെക്കോർഡിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ക്യാമറയുള്ള ഫോൺസൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള സംഭവം കണക്ടിവിറ്റിയാണ്. 4G ഫോൺ ഇനി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 5G ആണെങ്കിൽ നമുക്ക് കുറേ ഓഫേഴ്സ് ഉണ്ട്, അതായത് ഫ്രീ നെറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 5G ഫോൺ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇനി ഫോൺ എടുക്കണമെങ്കിൽ 5G ഫോൺ ഇപ്പോൾ 15,000 തൊട്ട് 5G ഫോൺ അവൈലബിൾ ആണ്. 25 ആകുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി 5G ഫോൺ കിട്ടും. 5G ആകുമ്പോൾ ചില ഡാറ്റ പാക്കൊക്കെ ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് 5G ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5G ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ, അതായത്
പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫിംഗർ പ്രിൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുവിധം എല്ലാ ഫോണിലും ഇപ്പോൾ അവൈലബിൾ ആണ്, കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇപ്പോൾ കുറേ ഫോണുകളിലില്ല. നിങ്ങൾക്കത് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഫോണിലൊക്കെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, അപ്പോൾ എനിക്ക് ഇയർഫോൺ യൂസ് ചെയ്യുന്നതിനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ അങ്ങനെ കുറേ ഫോണുകളിലൊന്നും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ വയർലെസ് സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കണക്റ്റർ മാറ്റി, അതായത് ടൈപ്പ് സി എന്നുള്ള കണക്ഷൻ മാറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒരുവിധമല്ല ഫോണിലും ടൈപ്പ് സി ചാർജിങ് തന്നെയാണ്, മറ്റേ മൈക്രോ USB ഒന്നും ഇപ്പോൾ ഇല്ലാതെ തോന്നുന്നു. ടൈപ്പ് സി തന്നെ എടുക്കുക എന്തായാലും. അപ്പോൾ അത്രയും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ സ്പീക്കർ, ഡ്യുവൽ സ്പീക്കർ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിനിമ കാണാനോ അങ്ങനെ സംഭവങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഡ്യുവൽ സ്പീക്കർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഡ്യുവൽ സ്പീക്കറിൽ ഫോൺസ് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ ഒരുവിധം എല്ലാ സംഭവങ്ങളും നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ 2025 നിങ്ങൾ ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഫോൺ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫ്രണ്ടായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ലൈക്ക് അത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.